Magic morning. Magic Magic morning. morning. Snapple. Magic morning. Snapple. Magic morning. Yes. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? Yes. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒന്നേ നമുക്ക് സെയിം ടോപ്പിക് ആയിരുന്നു ഓസ്റ്റിൻ സർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അന്ന് എനിക്ക് തോന്നുന്നു ഓസ്റ്റിൻ സർ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണോ ഓസ്റ്റിൻ സർ? അത് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ ആക്ട് ആസ് ഇഫ് എന്നുള്ള? ഇല്ല അന്ന് ജോയിൻ ചെയ്തില്ല. ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഓസ്റ്റിൻ സാറിന്റെ സെഷൻ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനോ. സോ ഇന്ന് നമുക്ക് സെയിം ടോപ്പിക് ആണ് വരുന്നത്. ആക്ട് ആസ് ഇഫ് എന്നുള്ള ടോപ്പിക് ആണ് ഓസ്റ്റിൻ സാറിന്റെ വരുന്നത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാവോ? എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആക്ട് ആസ് ഇഫ് എന്ന് വെച്ചാല് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? ഇതൊന്നും നടക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഏകദേശം 30 അധികം ആൾക്കാരുണ്ട്. 30 പേരുണ്ട്. ഈ 30 പേരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ പലപ്പോഴായിട്ട് നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നടക്കൂന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, വാട്ട് ഈസ് യുവർ ഗോൾ, ഈ സ്വപ്നം നടക്കൂന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ കാണുന്ന സ്വപ്നം നടക്കുന്നുള്ളത്. അല്ലെങ്കിൽ പോട്ടെ, ഞാനിത് പലപ്പോഴും ചോദിച്ചു, എന്നാലും പറയാം, ഒരു 5 വർഷം കഴിയുമ്പോൾ, ഒരു 5 years കഴിയുമ്പോൾ നിങ്ങളെ എങ്ങനെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു പൊസിഷൻ എന്തായിരിക്കും? ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? 5 വർഷം കഴിയുമ്പോൾ സംതിങ് ഇപ്പൊ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെ ആരായിരിക്കും, എന്തായിരിക്കും എന്ന് കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? അല്ലെങ്കിൽ ഒന്ന് പറയാവോ? 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്താ? ഇപ്പൊ 2025 അല്ലേ? 2030 2020 ആഗ്രഹിച്ച സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. വെരി ഗുഡ്. ഇനി 2030 എവിടെ എത്തണം? സിന്ധു മാം, 2030 എന്താവണം? 2030 ആകുമ്പോഴേക്ക് ഞാൻ ഒരു നല്ലൊരു ട്രെയിനർ ആവും. ഞാൻ അതിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഇന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരുണ്ട് 2030? ആരും ഇല്ലേ? ആർക്കൊന്നും ആവണ്ടേ? പിന്നെ എന്തിനാണ് ഈ മാജിക് വന്നിരിക്കുന്നത് രാവിലെ തന്നെ? 2030 നിങ്ങളെ എങ്ങനെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും ഒക്കെ ഒന്ന് പറ. ഒരു ആഗ്രഹവും ഇല്ലേ? ഇതാണ് നിങ്ങൾ ക്ലാസ് കൂടിയിട്ട് നന്നാകത്തെ. 2030 നിങ്ങൾ എന്താവണം നിങ്ങളുടെ ആഗ്രഹം? ഒരാൾക്കും പറയാനില്ല? ഏതാ? കേട്ടില്ല. മുഫീദക്ക് എന്താന്ന് പറയാണ്ട്. മുഫീദും കൈകൂപ്പി. ഒന്നും പറയാനില്ല. ആർക്കെങ്കിലും ഇനിയിപ്പോ ആ മുഫീദയും കൂടെ ക്യാമറ ഓഫ് ചെയ്യും. ആകെ 2-3 പേരുള്ളൂ ക്യാമറ ഓൺ ആക്കിയത്. വേറെ ആരുമില്ല? 2030 ആവുമ്പോ എന്താവണം എന്നുള്ള പ്ലാൻ ചെയ്യാനൊരു റീസണബിൾ ടൈം തരണം സാറേ. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ആലോചിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് വേണം. ആണ്. കുഴപ്പമില്ല രഞ്ജിത്ത് സാറേ, ഞാൻ പറയാം. ഓക്കെ, രഞ്ജിത്ത് സാർ അതാ പറഞ്ഞത്. കാര്യം രഞ്ജിത്ത് സാർ കുറെ ദിവസമായിട്ട് ക്ലാസ് കേൾക്കുന്നു. ഇപ്പൊ ഇവര് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് തോന്നുന്നു. എന്നിട്ടും ഒന്നും തീരുമാനമായില്ല. വേറെ ആരെങ്കിലും? ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം സാർ. ഇതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പൊസിഷനിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? എന്തുണ്ടെങ്കിലും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാം. നല്ലൊരു കൗൺസിലർ
ട്രെയിനർ. ആരോ ഓക്കെ, നല്ലൊരു കൗൺസിലർ, ട്രെയിനർ. ആരോ സക്സസ്ഫുൾ എന്റർപ്രണർ എന്ന് പറഞ്ഞ ബീന സുനിൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് എന്റർപ്രണർഷിപ്പ് ആണെന്ന് ഓർമ്മയുണ്ടോ ബീന മാം? എന്താണ്? ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ. ഓക്കെ, ഫാഷൻ ഡിസൈൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരും ചാരിറ്റി പ്രവർത്തനം? ഉണ്ണികൃഷ്ണൻ സാറേ, ചാരിറ്റി പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ കാശ് തരണാവില്ല കേട്ടോ. ചാരിറ്റി ആദ്യം കാശ് വേണം നമുക്ക്, എന്തുകൊണ്ടാണ് ചാരിറ്റി ആവാനായിട്ട്. വെരി ഗുഡ്, വെരി. എന്തായാലും കുഴപ്പമില്ല, ഡ്രീം ഇറ്റ്സ് വെരി ഗുഡ്. ബാക്കി ആർക്കുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ എന്റെ അടക്കമുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു സംഭവം വെച്ചാല്, ഞാൻ ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് ചിന്തിക്കാൻ പോലുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. അപ്പൊ ഞാൻ ഒരുപാട് സെഷൻസ് എടുക്കുന്നതാണ്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ ഒരുപാട് സെഷൻസ് എടുക്കുന്നതാണ്. പക്ഷെ ഏതൊരു മീറ്റിങ്ങിൽ പോയിട്ടും ഞാൻ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈക്ക് നമ്മളെ പോലെ ഏജുള്ള ഇതുപോലെ ഏജുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഗോൾ? നിങ്ങൾക്ക് എന്താവണം 5 വർഷം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരാൾക്ക് ഒന്നും പറയാനില്ല. കുറച്ച് കല്യാണം കഴിഞ്ഞ പിള്ളേരുള്ളവരാണെങ്കിൽ അവര് പറയും, ഓക്കെ എന്റെ മക്കളെ ഡോക്ടർ ആക്കണം, എന്റെ മക്കളെ എഞ്ചിനീയർ ആക്കണം, അല്ലാതെ എനിക്ക് എന്ത് എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ തുടങ്ങിയോടത്ത് തന്നെ എന്നും നിൽക്കുള്ളൂ. തുടങ്ങിയോടത്ത് തന്നെ നമ്മൾ നിൽക്കുള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് പോവില്ല. കാരണം നമ്മുടെ കപ്പല് ഓടുന്നത് അല്ലെങ്കിൽ കപ്പല് സെയിൽ ചെയ്യുന്നത് ഒരു ലക്ഷ്യമില്ലാതെയാണ്. ഇപ്പൊ ഞാനിവിടെ ചോദിച്ചിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റി? 2 or 3 പേര് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു. 2030 എന്നെ എങ്ങനെ കാണണം എന്ന് നമുക്ക് ഇപ്പോഴേ അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. എന്നിട്ട് ഞാനത് ഈ ചോദ്യം ചോദിച്ചതിന്റെ കേസ് എന്ന് വെച്ചാല്, ഇത് കഴിഞ്ഞിട്ടാണ് എന്റെ ബാക്കിയുള്ള കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഒരാൾക്ക് പോലും 2030 എന്താവണമെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ ഈ ക്ലാസ് എടുക്കണേന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. കാരണം 2030 നമ്മൾ എന്താവൂന്ന് നമുക്ക്, അല്ലെങ്കിൽ 2035 അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോ എന്താവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കണമെന്ന് സ്വപ്നം കാണണ്ടേ? എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവും എന്നുള്ളത് പറയാനുള്ള ഒരു സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഇത് പോകുന്നത്. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം മൈ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞു, ഒരു 37 വയസ്സ് വരെ എനിക്കും ഇതേ അവസ്ഥയായിരുന്നു. ഒന്നും ആഗ്രഹിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ല. ആഗ്രഹിക്കാൻ പോലും എനിക്ക് കപ്പാസിറ്റി ഇല്ലാത്ത ഒരുത്തനായിരുന്നു ഞാൻ. കാരണം അറിയില്ല ഇത് ആഗ്രഹിച്ച കിട്ടൂലേ, ഇതെന്താ സംഭവം എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്താ ഡെയിലി സ്ട്രഗിൾ ആണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, കരിയറിലെ ബുദ്ധിമുട്ട്, എത്ര ജോലി എടുത്താലും നമ്മൾ രക്ഷപ്പെടുന്നില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഏറ്റവും ലൈഫിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചാലും വേറെ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും, ഇനി ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ നോക്കി അറിയാൻ പറ്റും, അവർക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇതായി തീരും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കും സങ്കടമുള്ള കാര്യം, 2-3 പേരുടെ കണ്ടപ്പോ ഇന്നലെ രാവിലെ തന്നെ വാട്സപ്പിൽ ഒരു മുഫീസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവള് MBA പഠിക്കുന്നതാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾ എനിക്കിപ്പോ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് അവളുടെ പുസ്തകം വാങ്ങാൻ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു ആഗ്രഹമുണ്ട് റൈറ്റർ ആവണമെന്ന്. പക്ഷെ ഞാൻ ഇതൊരു കൃത്യമായിട്ട് അതിനെ ബിലീവ് ചെയ്യോ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു സ്റ്റെപ്സ് പോലും, അതായത് ആഗ്രഹം മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഒരു ആക്ട് പോലും അതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മളെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളൊക്കെ ബുക്ക് ചെയ്ത് റിലീസ് ചെയ്തു. ഒരു നഹാസ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഞാൻ പ്രത്യേകിച്ച് അവനറിയുന്നവർ ഇതിനകത്ത് കുറവായിരിക്കുമെങ്കിലും ടോട്ട്സ് കമ്മ്യൂണിറ്റിയിൽ വന്നതാണ്. എനിക്ക് ഭയങ്കര അവന്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും. കാര്യം നമ്മളെക്കാളൊക്കെ ജൂനിയർ ആയിട്ട് വന്ന ക്ലാസ്സിലേക്ക് വന്നതാണ്. അവന്റെ ജോലി എന്താണെന്നറിയോ? അവന് സ്കൂളിലൊക്കെ പഠനം നിർത്തേണ്ടി വന്നു എന്ന് വെച്ചാൽ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. അപ്പൊ നേരത്തെ സിന്ധു മാം പറഞ്ഞ പോലെ
ഒരു ദിവസം ഇവന് തോന്നുകയാണ് ജീവിതത്തിൽ ഇവന്റെ ഇപ്പോഴത്തെ പണി എന്താന്ന് വെച്ചാല് ഈ മീൻകൊട്ട ചുമക്കലാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ ഏതോ ഒരു മത്സ്യ മാർക്കറ്റില് വെളുപ്പിന് 2 മണിക്ക് പോയിട്ട് അവിടെ ഈ മീൻകൊട്ട ചുമക്കുന്നതാണ് ഇവന്റെ ജോലി. അങ്ങനെ ആ ജോലി ചെയ്യുന്നതിന്റെ കൂടുതൽ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലുള്ള ഒരു പയ്യനാണ്. ആ ജോലി ചെയ്യുന്നതിന്റെ സമയത്ത് ഇവന് തോന്നി എന്തെങ്കിലും ജീവിതത്തിൽ ഒന്ന് ഉയർന്നു വരണം. ഇതേ അവസ്ഥയിൽ ഈ ഡെയിലി മീൻകൊട്ട ചുവന്ന് കാര്യം അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ പറ്റൂല, എനിക്ക് എന്തെങ്കിലും സംതിങ് ആവണം. അങ്ങനെ ഞാനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ടോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് സുധാ സാറിന്റെ. അതിനകത്ത് പുള്ളി ജോയിൻ ചെയ്യുന്നു, ഓൺലൈൻ ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ ട്രെയിനിങ് എടുത്തു തുടങ്ങുന്നു. പക്ഷെ ഇവന്റെ ഏറ്റവും വലിയൊരു പ്ലസ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഒരു മത്സ്യ മാർക്കറ്റിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്ത മത്സ്യ മാർക്കറ്റിൽ ചുമടെടുക്കുന്ന ഒരുത്തന് എന്തോരം കപ്പാസിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. മീൻസ് അവന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ അവൻ എപ്പോഴും അവന്റെ ആഗ്രഹവും അവന്റെ സംസാരവും, അവൻ ഏറ്റവും വലിയൊരു ട്രെയിനറാണ്. അവൻ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രോഗ്രാമിനൊക്കെ വരുന്ന സമയത്ത് കോട്ടൊക്കെ എവിടെന്നെങ്കിലും വാടകയ്ക്കാണെങ്കിലും എടുത്തുകൊണ്ട് വരും, ഫോട്ടോ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഫോട്ടോ എടുക്കും, ഒരു വലിയ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടും. ഞാൻ ഇന്ന ട്രെയിനിങ് എടുക്കുന്നു, അങ്ങനെ ട്രെയിനിങ് എടുക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പോസ്റ്റേഴ്സ് ഒക്കെ എടുക്കും. അതുപോലെ എല്ലാവരോടും പഠിക്കാൻ, കാര്യം അവന് ലാംഗ്വേജ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷിൽ. അപ്പം ട്രെയിനേഴ്സ് ട്രെയിനിങ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കും, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ പഠിക്കും. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കാണ്, അവൻ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് ഇവനൊരു മാജിക് അറിയാം. അപ്പൊ അവൻ പറഞ്ഞു, അവന്റെ കണ്ടീഷൻ ഇതാണ്, ഈ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇവൻ പറയുന്നത് ഇങ്ങനെ നമുക്കുള്ളതൊക്കെ അങ്ങോട്ട് പഠിപ്പിക്കാന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ എൻ്റെ ഇന്നൊരു ട്രിക്ക് ഇടാം. അവൻ ആദ്യം ആ ട്രിക്ക് കാണിച്ചു. നമ്മളൊക്കെ ഭയങ്കര സ്റ്റണ്ടായി ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആ മതി, ഇത് ഞാൻ പഠിപ്പിച്ചുതരാം, പക്ഷെ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണം. അവന്റെ ഉദ്ദേശം അതായിരുന്നു. അവൻ പറഞ്ഞത് ഇതാണ്, അതായത് ഞാൻ നിങ്ങളെ ഈ ട്രിക്ക് പഠിപ്പിക്കാം. കാര്യം അവനത് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സ്റ്റണ്ടായി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, നമ്മൾ ഒരു പേപ്പറിൽ എഴുതുന്ന അവൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. നമ്മൾ ഇത് ഞാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ചോദിച്ചു അവൻ. അതുപോലെ ഓരോരുത്തരുടെ അവസരം ചോദിക്കും. എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം പറയാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ പറയാൻ പറ്റും, കഴിഞ്ഞ ദിവസം അവൻ ട്രെയിനിങ് എടുത്തത് അജ്ഫാൻ എന്ന് അറിയാലോ. അജ്ഫാൻ ഒരു ഡേറ്റ്സിന്റെ ബ്രാൻഡ് അറിയാലോ അജ്ഫാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സിന്റെ ബ്രാൻഡ് ഉള്ളതാണ്. അവൻ ഏകദേശം 1 മാസം മുമ്പ് മലപ്പുറത്തോ വേറെ എവിടെയുള്ള ഒരു സ്ഥലത്ത് അവൻ ക്ലാസ് എടുത്തു. ആ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ അവനെ ചെന്നൈയില് 2 ഏരിയ മാനേജേഴ്സിന് ഉള്ള ട്രെയിനിങ്ങിന് വേണ്ടി അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി അവന് റെമ്യൂണറേഷൻ കൊടുത്ത് അവന്റെ ഫോട്ടോഗ്രാഫറേയും കൊണ്ടുപോയി, ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫറേയും കൊണ്ടുപോയി. 2 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ കൊടുത്തു. അവൻ അവിടെ പോയി 2 സ്ഥലത്ത് ക്ലാസ് എടുത്ത് തിരിച്ചു വന്നു. ഇന്നലെ പോസ്റ്റിംഗ് കമ്മിറ്റിയുടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് താഴെ പോയ ഒരാള്, അയാളുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണ്? അവൻ എപ്പോഴും പറയും, എന്റെ ആഗ്രഹം എന്താണ്, എനിക്കൊരു വലിയ ട്രെയിനർ ആവണം, ഒരു ഇന്റർനാഷണൽ ട്രെയിനർ തന്നെ ആവണം. അപ്പൊ എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ട് അവൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഒരു പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടന്നു. അപ്പൊ അവൻ ഞാൻ പറഞ്ഞില്ല അത്രയും വിദ്യാഭ്യാസം കുറഞ്ഞുണ്ട്, പക്ഷെ അവൻ ഈ കഥകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവൻ ഒരു ഡിജിറ്റൽ പുസ്തകം ഇറക്കി. ട്രെയിനിങ്ങിൽ ഉപയോഗിക്കാവുന്ന കഥകൾ എന്നൊക്കെ പറഞ്ഞ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഇന്നലെ പോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു. കുറെ ഓർഡറും കിട്ടിയവൻ. എന്നാൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മീൻകൊട്ട ചുമക്കുന്ന ഒരുത്തന് പോലും ഒരു ട്രെയിനർ ആവാൻ പറ്റുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഉള്ളില് തീവ്രമായിട്ടൊരു ആഗ്രഹമുണ്ട്. ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഇതാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇവിടെ എന്തായാലും എത്തിയേ പറ്റൂ. അപ്പൊ നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമുക്കറിയാം ആലിബ എന്നിട്ട് അത്ഭുത വിളക്ക് ഉണ്ടല്ലോ, അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഈ അലാവുദ്ദീനും അത്ഭുത വിളക്കിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അലാവുദ്ദീന് അത്ഭുത വിളക്ക് കിട്ടുന്നു. ആ അത്ഭുത വിളക്കിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു ഭൂതം പുറത്തു ചാടുന്നു. ഈ ഭൂതം പുറത്ത് വന്നിട്ട് പറയുന്ന ഇതാണ്, ഓക്കെ, യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. നിങ്ങളുടെ വിഷാണ് എന്റെ കമാൻഡ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ അതിനൊക്കെ കൊണ്ടുതരാം. നമ്മളോടാണ് ചോദിക്കുന്നത്. ഈ 32 പേരോട് ഈ ഭൂതം വന്ന്, നേരത്തെ ഭൂതമായ ഓസ്റ്റിൻ വന്ന് ചോദിച്ചു,
വാട്ട് ഈസ് യുവർ വിഷ്, ഞാനത് ഫുൾഫിൽ ചെയ്ത് തരാം. പക്ഷെ ആർക്കും ഒന്നും പറയാനില്ല. സിന്ധു മാഡത്തിന് ഒഴിച്ച്, അതല്ലെങ്കിൽ ബീന സുനിൽ മാമിനെ ഒഴിച്ച് വേറൊരാളും കൂടിയും പറഞ്ഞു, ബാക്കി ഒരു ആൾക്കും ഒന്നും പറയാനില്ല. കാരണം കുഴപ്പമില്ല ഭൂതം, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസ്ഥ. കാരണം നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് എന്താ വേണ്ടേന്ന്. എന്താ വേണ്ടേന്ന് അറിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരടി നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്റെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ ഐ വാണ്ട് ടു ബിക്കം ദ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനർ ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രെയിനർ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എഴുതി വെക്കുന്നതും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നതും എല്ലാം എന്റെ ഒരു ലക്ഷ്യം അതാണ്. ഒരു സക്സസ്ഫുൾ ഒരു മാനേജർ ആവുന്നതിലപ്പുറം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം വെച്ചാൽ ഐ വാണ്ട് ടു ബിക്കം ദ ട്രെയിനർ. അപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ എന്നിലേക്ക് അവസരങ്ങൾ നേടി വരുന്നുണ്ട്. ഞാനിപ്പോ കോളേജുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോകുന്ന ട്രെയിനിങ്, എനിക്ക് ഒരു കമ്പനിയിൽ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് കാര്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാറില്ല. എന്റെ ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ മാർക്കറ്റ് ചെയ്യാറില്ല. പക്ഷെ എനിക്കുള്ള അവസരങ്ങളൊക്കെ എന്റെ സമയത്തിനനുസരിച്ചുള്ള അവസരങ്ങളൊക്കെ എന്നെ തേടി വരാറുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ലെവൽ. എനിക്ക് ഇനിയും ടോപ്പിലേക്ക് പോകണം. അപ്പൊ ഞാൻ മാക്സിമം ബുക്കുകൾ, എന്റെ ഇവിടെ ഒരുപാട് ബുക്കുകളുണ്ട്. ഞാൻ ബുക്കുകൾ വാങ്ങുന്നു, വായിക്കുന്നു, ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കാമെന്ന് നോക്കുന്നു. ഏറ്റവും പറ്റാവുന്ന ട്രെയിനിങ്സ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യുന്നു. സോ മൈ അൾട്ടിമേറ്റ് എയിംസ് ടു ബിക്കം വൺ ഓഫ് ദി ഇന്റർനാഷണൽ ട്രെയിനർ ഹു ട്രാവൽസ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ടേക്കിംഗ് ക്ലാസ്സസ്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുമല്ലോ സാർ ഇത്രയും വലിയ സാറിന്റെ ആഗ്രഹം വെച്ചാൽ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാൽ ഇങ്ങനെ പറന്ന് നടന്ന് ട്രെയിനിങ് എടുക്കാന്ന് പറയുന്നത്. എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഒരു ട്രെയിനർ ആണെന്നുള്ള രീതിയിൽ ഞാൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി പല രാജ്യങ്ങളിലുള്ള ആളുകൾ വിളിക്കും. അപ്പൊ അവിടേക്ക് എനിക്ക് അവര് ടിക്കറ്റ് എടുത്ത് തരും. ഞാൻ അവരുടെ ടിക്കറ്റിൽ അവിടെ പോകുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞ് എന്നെ എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരു ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ കാണാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ആലോചിക്കാൻ, രഞ്ജിത്ത് സാറൊക്കെ പറഞ്ഞ പോലെ ആലോചിക്കാനൊക്കെ ഞാൻ അവസരം നൽകാണ് നിങ്ങൾക്ക്. ഞാൻ ഐ വിൽ ബി സൈലന്റ് ഫോർ 2 minutes. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് തിങ്ക്. ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന്, ഞാൻ ഇപ്പൊ നമ്മൾ 6:08 ഞാൻ എന്റെ വായ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് കണ്ണടയ്ക്കാൻ എന്നിട്ട് ചോദിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹം, ഏറ്റവും എന്താവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, 5 വർഷം കഴിഞ്ഞ് എന്നെ എങ്ങനെ കാണണമെന്ന് താല്പര്യം. ഒന്ന് ചിന്തിച്ചോ. 6:07 അപ്പൊ 6:09 ഞാൻ തിരിച്ചു വരാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് ചാൾസ് എഫ് കെറ്ററിംഗ് പറഞ്ഞു, ബിലീവ് ആൻഡ് ആക്ട് ആസ് ഇഫ് ഇറ്റ് വേർ ഇമ്പോസിബിൾ ടു ഫെയിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും 5 വർഷം കഴിഞ്ഞാൽ
നിങ്ങൾ എങ്ങനെയുള്ള ഒരാള് ആവും എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ട്രെയിനർ, ഞാനൊരു 5 വർഷം മുമ്പ് ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? അതായത് എന്റെ സക്സസിനെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് സംസാരിക്കുമോ, എങ്ങനെയുള്ള കാര്യം. അതായത് നമ്മൾ ഇപ്പോ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ആക്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങണവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉറങ്ങണ ആരെങ്കിലും ഉണ്ടോ, കേൾക്കാത്തവർ കോൺ ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾ ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോകട്ടോ, ഒരു ബ്രേക്ക് ഔട്ട് റൂമിലേക്ക്. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് എഴുതി കാണിക്കാം അവിടെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു 3-4 പേരുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ചെയ്യും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ആ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ കോവർക്കേഴ്സിനോട് സംസാരിക്കാൻ. ഐ വിൽ ഗീവ് 5 minutes ഫോർ ദാറ്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാല്, നിങ്ങളിപ്പോ ഒരു 3-4 പേരുള്ള ഗ്രൂപ്പിൽ വരും. നിങ്ങൾ ജസ്റ്റ്, നിങ്ങൾ എല്ലാവരും അറിയുന്നവരാണ്, എന്നാലും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പൊ നിങ്ങളിപ്പോ ഒരു ട്രെയിനർ ആയിരിക്കും. ഇപ്പൊ സിന്ധു മാമയ്ക്ക് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിന്ധു മാം ട്രെയിനർ ആണ്. ഓക്കെ, അപ്പൊ സിന്ധു മാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഓക്കെ ഞാൻ സിന്ധു, ഒരു നാഷണൽ ട്രെയിനർ ആണ്, ഞാൻ എടുക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോ എനിക്ക് ഇത്രയും അധികം പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒന്ന് അഭിനയിക്കാൻ പോകണം, നമ്മൾ ആക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അഭിനയിക്കണം. ഇപ്പൊ ഓൺട്രപ്രണർ ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സുനിൽ മാം പറഞ്ഞ പോലെ, ഞാനൊരു ഓൺട്രപ്രണർ ആണ്. ഓക്കെ എന്റെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പപ്പടക്കച്ചവടമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. നന്നായിട്ട് പോകുന്നു, ഇത്രയധികം ബ്രാഞ്ചസും ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പരിചയപ്പെടുത്തണം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുക. ആർ യു റെഡി? അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ എഴുതി കാണിക്കൂട്ടോ, അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യണേ. ഉറങ്ങുന്നവർ ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല, അല്ലാത്തവര് ആ ബ്രേക്ക് ഔട്ട് റൂം അക്സെപ്റ്റ് ചെയ്യണം. സോ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യൂ. എന്നാൽ ഈ റൂമിൽ നിന്ന് പോയിട്ട് അവിടേക്ക് പോകും. നിങ്ങളുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നില്ലേ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാവോ? എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഓരോരുത്തർ ഓരോ റൂമിലേക്ക് പോയിക്കോളൂ. വേഗം അക്സെപ്റ്റ് ചെയ്തോ. ബാക്കിയുള്ളവരും ഇവിടെ ഇപ്പൊ റൂമില് സാറില്ല. ഓക്കെ, കിട്ടിയില്ലല്ലോ, അതൊന്നും കൂടെ കിട്ടിയില്ല. ഒരു സ്ക്രീനിലൊന്നും എഴുതി കാണിക്കണില്ലേ മാഡം? ഒന്ന് കാണിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് അത് ഞാൻ ഇങ്ങോട്ട് സ്ക്രോൾ ഞാൻ മാറ്റിക്കോളാം. ഓക്കെ, ഇപ്പൊ വരും. ഇല്ലല്ലോ ഒരു ബാക്കിയുള്ള രഞ്ജിത്ത് സാർ പോയില്ലേ? സാർ അത് വീണ്ടും അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡിസപ്പിയർ ആയി. ഒന്നും കൂടെ ഒന്ന് ഓക്കെ രഞ്ജിത്ത് സാർ എവിടെയാണ് നോക്കട്ടെ. രഞ്ജിത്ത് നോട്ട് ജോയിൻ. 1266. ഞാൻ വേറെ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒന്ന് ജോയിൻ ചെയ്തോളൂ. റോസ്ലിൻ ഉണ്ടോ? ഹഫ്നിസ പോയോ? ഹഫ്നിസ കേൾക്കുന്നില്ല. ദീപ, അഖില, അവരൊക്കെ ഓൺ ചെയ്ത് പോയേക്കാണ്. അതൊക്കെ
പ്രസാദ് സാർ അവിടെ കഴിഞ്ഞോ? തിരിച്ചു വന്നു? ആ, ഞാന് ആരുമില്ല, ഞങ്ങള് മൂന്നാള് മാത്രം. അത് ഞാനും പറഞ്ഞില്ലേ? നിങ്ങൾ ഞാനും സംസാരിച്ചില്ലേ? ശ്രീധരൻ സിന്ധുമേ. നിങ്ങൾ സംസാരിച്ചില്ലേ ഇതിന്റെ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആരെയും കാണാനില്ല, ഞങ്ങൾ മൂന്നാള് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3 പേരുള്ളൂ. നിങ്ങൾ 3 പേര് അങ്ങോട്ട് സംസാരിക്കാനാ പറഞ്ഞേ. അത് ശരി. നിങ്ങൾ ഏത് ഗ്രൂപ്പായിരുന്നു? ഞാന് പ്രീതമ സിന്ധുമേൽ. അയ്യോ, അത് ഏത് ഗ്രൂപ്പായിരുന്നു? ഏത് നമ്പറായിരുന്നു ഓർമ്മയുണ്ടോ? ഇല്ല. ഞാനിപ്പോ ജസ്റ്റ് ഞാൻ ഒന്നും കൂടിയും ആക്കാം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സംസാരിക്കും. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അത് ശരി. ബാക്കി നിങ്ങൾ വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ നോക്കാൻ വേണ്ടിട്ടായിരുന്നു. അത് ശരി. തിരിച്ചൊന്നുമില്ല, കുറെ പേര് തിരിച്ചു. നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലേ? നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഗ്രൂപ്പുകാർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്തായാലും കുറെ പേര് തിരിച്ചു. എന്തിനെ കുറിച്ചാണ് പറയണ്ടേ? അല്ല, നിങ്ങൾ 5 വർഷം കഴിഞ്ഞപ്പോ സിന്ധു മാം ഒരു ട്രെയിനർ സംസാരിക്കണായിരുന്നു. അതൊരു ഇൻട്രൊഡക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പ്രീത മാം, മനോജ് സാറൊക്കെ സംസാരിച്ചായിരുന്നോ? മനോജ് സാർ? ഞങ്ങള് ബീന സുനിൽ ഞങ്ങള് സംസാരിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവരെ വിളിക്കാം. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തരാം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഈ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായില്ല. ആദ്യമായിട്ടായതുകൊണ്ടാണ്. ഓക്കെ. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും ചെയ്യാം. അഖില ഉറങ്ങാൻ തോന്നുന്നു. അഖില വിളിച്ചിട്ട് അടങ്ങിയിട്ട് പോലില്ല. അതുപോലെ ദീപ യേശുദാസും ഈ 2 പേരും ഓൺ ചെയ്തിട്ട് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അവരൊരു റൂമിലും ജോയിൻ ചെയ്തില്ലായിരുന്നു. അവരെ റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അവരെ റൂമിലായിരിക്കും ജോയിൻ ചെയ്തത്. അവരറിഞ്ഞിട്ടേ ഇല്ല ഒരു സംഭവം. ബീന മാഡം സംസാരിച്ചായിരുന്നോ? ബീന സുനിൽ? സാർ സംസാരിച്ചു. വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. നമുക്ക് ബാക്കിയുള്ളവരെ കൂടി തീരട്ടെ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് റൂം ക്ലോസ് ചെയ്യാം. അപ്പൊ എല്ലാവരും തിരിച്ചു വരുന്നതായിരിക്കാം. കുറച്ചേരൊന്നും പറഞ്ഞു തീർന്നുണ്ടാവില്ല. സാറൊക്കെ ക്യാമറ ഓണാക്കി വന്നല്ലോ. എന്താ സംഭവിച്ചു കേട്ടോ? അല്ല, ഞങ്ങള് അപ്പുറത്തായിരുന്നു. അവിടെ ആരും കണ്ടില്ലല്ലോ. ഞങ്ങള് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാന്, ഷീല മാം, 3 പേര് അങ്ങനെ ആക്കിയതാണ്. ആർക്കും മനസ്സിലായില്ല. അത് വെച്ചാല് ഈ ഒരുപാട് പേരെടുത്ത് പറയണേക്കാളും സൗകര്യമാണല്ലോ 3 പേരെടുത്ത് പറയുന്നത്. അതുകൊണ്ട് 3 പേരെ അങ്ങനെ ആക്കിയതാണ്. മാക്സിമം 4 പേരുണ്ടാവുള്ളൂ. എല്ലാവർക്കും പറയാനൊരു അവസരം കിട്ടാൻ വേണ്ടി. പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. വെരി ഗുഡ്. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒരു സംഭവമൊക്കെ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ. 27 പേരായി. ഇനി ബാക്കിയുള്ളവർ എക്സിറ്റ് ആയതാണോ? 28. ഇനി 2 പേരും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. പെട്ടെന്ന് ആരൊന്നും പറയുന്നില്ല. കുറെ സമയത്ത് സൈലന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് പറഞ്ഞു. വെരി ഗുഡ്. അതായത് നോക്കണ്ട. അത് കാര്യം നമ്മൾ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട്
ആ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. അതായത് എങ്ങനെയുണ്ടായിരുന്നു? അതുകൊണ്ട് ഞാൻ ടോട്ട്സില് ഇതിൽ അനുഭവപ്പെട്ടോണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പ്രശ്നം ഉണ്ടായില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു ബ്രേക്ക് ഔട്ട് റൂം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഞാൻ അതൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്തായാലും നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വെക്കൂലേ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെയാണ് നമ്മളിത് ഗ്രൂപ്പായിട്ട് തിരിച്ചതാണ്. അതായത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോ ഗ്രൂപ്പായിട്ട് തിരിച്ചാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ ഓരോ ഗ്രൂപ്പിലിട്ട് 3 പേര് 4 പേര്. ഞാൻ 3 പേരാക്കിയത് എന്താണെന്ന് വെച്ചാല് കൂടുതൽ ആൾക്കാരാക്കാണ്ട് കുറച്ച് ആൾക്കാരാക്കി വെച്ചാല് എല്ലാവർക്കും പറയാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 6-7 പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും. എന്നിട്ട് പറഞ്ഞവര് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു സാഹചര്യം? എങ്ങനെയുണ്ട് അഭിനയിച്ചപ്പോ ആക്ടാസ് നിങ്ങൾ ഒരു 5 വർഷത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് പറഞ്ഞപ്പോൾ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? 1-2 പേരൊന്ന് ഷെയർ ചെയ്യാവോ? എന്റെ പാർട്ട്ണറെ വളരെ ഭംഗിയായിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എത്തണം, എങ്ങനെ എത്തണം, എന്താണ് നമ്മളുടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. വിൻസെന്റ് സാർ പറഞ്ഞോ? പറഞ്ഞായിരുന്നോ? വിൻസെന്റ് സാർ പറഞ്ഞോ 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ള കാര്യം? ഇല്ല, എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ മിണ്ടാണ്ടിരിക്കായിരുന്നു. പുള്ളിക്കാരനെ പറഞ്ഞപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു സാർ, ഞാൻ പറഞ്ഞത് പക്ഷെ 5 വർഷമല്ല, എൻ്റെ അതൊരു 3 വർഷത്തോളായിരുന്നു. 3 വർഷത്തെ പ്ലാൻ ആയിരുന്നു. അതോ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞപ്പോ? സാർ, ഞാൻ വിൻസെന്റ് സാറിന്റെ പാർട്ട്ണർ ഞാനായിരുന്നു. മണി സാർ ആയിരുന്നല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാല് നിങ്ങള് ഞാനിതിപ്പോ വെച്ചാല് ഈ ഒരു കോൺസെപ്റ്റ് പലയിടത്തും ചെയ്യാറുണ്ട്. ഒരു കോക്ടെയിൽ പാർട്ടി എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ 2030 നടക്കുന്ന ഒരു കോക്ടെയിൽ പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുത്തു. അപ്പൊ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളാണ്. നിങ്ങൾ അതനുസരിച്ചുള്ള നമുക്കിതൊരു ഓഫ്ലൈൻ മോഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ പാർട്ടിസിപ്പൻസിനോടും ഡ്രസ്സൊക്കെ ചെയ്ത് വരാൻ പറയും. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ട്രെയിനർ ആണെങ്കിൽ സാരി എടുത്ത് വരില്ലല്ലോ, ഒരു കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് വരുന്നു. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓക്കെ, ഐ എം ഓസ്റ്റിൻ, ആൻ ഇന്റർനാഷണൽ ട്രെയിനർ, ഐ എം ടേക്കിംഗ് ക്ലാസ്സസ് ഇൻ ലോട്ട് ഓഫ് കൺട്രീസ് ലൈക്ക് ഓസ്ട്രേലിയ, ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മൈ ബിസിനസ് ഈസ് ഗ്രോയിങ് ലൈക്ക് ദാറ്റ്, എന്റെ ഇയർലി വരുമാനം 3 million ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഒരു ആക്ട് ചെയ്ത് നമ്മൾ ചെയ്യണം. ഇത് പല വേൾഡ് ക്ലാസ് സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പാർട്ടീസും ഇതുപോലെ ചെയ്യാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ട്രെയിനിങ് നടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു 3 ദിവസം ട്രെയിനിങ് ആണെങ്കിൽ 3rd day ഈവനിങ് പറയും ഓക്കെ, ഇന്ന് വൈകുന്നേരം കോക്ടെയിൽ പാർട്ടി ഉണ്ട്, സോ യു ഹാവ് ടു കം ആസ് നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളായിട്ട്, നിങ്ങൾ ഏത് പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നു അതായിട്ട് നിങ്ങൾ വരാൻ പറയും. പ്രത്യേകിച്ച് നമ്മുടെ സക്സസ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിക്കുന്ന ജാക്ക് കാൻഫീൽഡ് ഇതുപോലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യും. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനർ ആവും, അതുപോലെ ഇത്തരം ബുക്സ് എഴുതും എന്നുള്ള രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുള്ളിയുടെ ഒരു അനുഭവം ആ ബുക്കിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ വിത്തിൻ ഇയേഴ്സ് ഓഫ് ടൈം, 5 വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ ഒരു സംഭവം എത്തി എന്നുള്ളതാണ്. അതായത് നമ്മുടെ പുറമെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലും ആ ഒരു ഇന്നർ എഞ്ചിനീയറിംഗിലും ഒരു ഡിഫറൻസ് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ദാരിദ്ര്യം പറച്ചിലുണ്ടല്ലോ, ആ സാധനം അത് ആദ്യമേ തന്നെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ പുറമെ എന്ത് പറയുന്നു, നമ്മൾ വിചാരിക്കും നമുക്ക് ആഗ്രഹം പൈസ ഉണ്ടാവാനാണ്, അല്ലെങ്കിൽ ആഗ്രഹം വിജയിക്കാനാണ്, പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ആ വേർഡ്സും മാറ്റി നമ്മുടെ ആക്ടും മാറ്റി കഴിഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസ് വരും. അത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡ്രസ്സിങ്, ഇപ്പൊ നമ്മളൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആള് മുണ്ടും മടക്കി കുത്തി എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കള്ളിമുണ്ട് കൊടുത്ത് ഒരു ഇതില്ലാത്തവനെ പോലെ നടക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഡിഗ്നിറ്റി, നമ്മുടെ ഒരു സ്ഥലം, ഇതൊക്കെ നമ്മൾ ആക്ട് ചെയ്ത് നമ്മുടെ നെഞ്ചു വിരിച്ചൊക്കെ നടക്കണം. അതായത് നമ്മൾ തോറ്റവനെ പോലെ നടക്കരുത്. നമ്മുടെ ബോഡി സെൻസിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു എക്സാമ്പിളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് വളരെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് 2-3 ഒരു സൂപ്പർമാൻ പൊസിഷൻസ്, സൂപ്പർമാൻസ് എങ്ങനെ നിൽക്കാം? സൂപ്പർമാൻ എങ്ങനെ നിൽക്കാം? കൈ കിട്ടിയല്ല നിൽക്കാം. സൂപ്പർമാൻ എങ്ങനെ നിൽക്കാം? സൂപ്പർമാൻ നമ്മുടെ അരയിൽ കൈ കൊടുത്തിട്ട് ഇങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുള്ളൂ. കണ്ടുണ്ടോ സൂപ്പർമാൻ നിൽക്കണുണ്ടോ? കണ്ടുണ്ടോ? അപ്പൊ നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പൊക്കെ സെൽഫ് കോൺഫിഡൻസ് കുറവ് തോന്നുന്നു, അപ്പൊ നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൂപ്പർമാൻ പൊസിഷൻസിലേക്ക് നിൽക്കുക. അപ്പം നെഞ്ചു വെച്ച് തലയൊക്കെ പൊക്കി നമ്മൾ കുറച്ച് തലയൊക്കെ ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ലോ കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് അയ്യോ, നമ്മൾ നോർമലി നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിങ്ങനെ തളരും ഇല്ലേ? നമ്മുടെ തലയൊക്കെ താഴ്ന്നു നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ലോ പ്രൊഫൈലിലേക്ക് പോകും. നമ്മുടെ കൈയൊക്കെ ഒതുങ്ങി
പക്ഷെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ നോക്കിയേ, നിങ്ങളുടെ ബോഡി ചേഞ്ച് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലുമാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പറ്റില്ല, ഇരിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ നമ്മുടെ ചാരുന്ന കസേരയിൽ കൈ ഇങ്ങനെ പുറകെ കെട്ടിട്ട് നിങ്ങൾ നെഞ്ചും വിരിച്ച് ഇങ്ങനെ നിന്ന് നോക്കിയേ, ഇങ്ങനെ ചാരി ഇരിക്കുക നമ്മുടെ കസേരയിൽ. ആ ഒരു ഈ കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചാരി ഇരുന്ന് കഴിഞ്ഞാല് സ്പോട്ടില് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ഒരു ഔട്ടർ ബോഡിക്ക് നമ്മുടെ ഇന്നർ സെൽഫ്സിൽ മാറ്റാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഈ ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇപ്പൊ ആക്ട് ചെയ്യാം. സോ ഡു ഇറ്റ് നൗ. നിങ്ങൾ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയാം. അതായത് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരു ഓൺടർപ്രണർ അല്ല, ഇപ്പൊ നിങ്ങളൊരു വലിയ ട്രെയിനർ അല്ല, ഇപ്പൊ നിങ്ങൾ വലിയൊരു സംഭവം അല്ല, പക്ഷെ ആക്ട് ആസ് ഇഫ്. എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നു അപ്പൊക്കെ നിങ്ങൾ അതുപോലെ ഒരു ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൂൺ ഓർ ലേറ്റർ യു വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. അപ്പോ 6:25 സോ താങ്ക് യു സോ മച്ച്, താങ്ക്സ് അ ലോട്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു. നിങ്ങൾ എല്ലാവർക്കും ഈ അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഓർത്തില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വെറുതെ വിഷമമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡൗൺ ആവുന്ന സമയത്ത്, ഇനി ഡൗൺ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, രാവിലെ എഴുന്നിട്ട് കുറച്ചേരൊക്കെ ഇങ്ങനെ ഒരു സൂപ്പർമാൻ പൊസിഷനിൽ, ഐ ആം എ സൂപ്പർമാൻ എന്നുള്ള രീതിയിൽ ഒന്ന് സൂപ്പർമാൻ പൊസിഷനിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൈയൊക്കെ തലയിൽ കൊടുത്ത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക എന്ന് പറയാം. ഇന്നാള് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ സാധാരണ ഇതിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കാറ്, പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി എന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കും. അപ്പൊ ഒരു ചേച്ചി എന്റെ അടുത്ത് വീഡിയോ കണ്ടിട്ട്, ഇതുപോലെ ഏതൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എടാ ഞാനും പള്ളിയിൽ തലയ്ക്ക് ഇങ്ങനെ പൊക്കി നിൽക്കാറ്. അപ്പൊ ഒരു യൂട്യൂബർ ഇങ്ങനെ പറഞ്ഞിട്ടു, ഇങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ എപ്പോഴും തല ഉയർത്തി പിടിച്ച് നിൽക്കുള്ളൂ. എന്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറമാൻ എപ്പോഴും പറഞ്ഞ് ചിൻ ഡൗൺ എന്നാ പറയാറ്, എപ്പോഴും ചിൻ ഡൗൺ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എപ്പോഴും ഇങ്ങനെ നിൽക്കാം, നമ്മൾ എപ്പോഴും ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ തല പൊതിക്കണ പോലെ തോന്നും. അപ്പൊ അവര് പറഞ്ഞു, ഞാനപ്പോ ഇങ്ങനെ പള്ളിയിൽ നോക്കി കഴിഞ്ഞപ്പോ നീ മാത്രമാണ് ഇങ്ങനെ തല പൊക്കി നിൽക്കുന്നത്, അപ്പൊ കോൺഫിഡൻസ് ഉള്ള നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പൊസിഷൻസ് ഓൾസോ വിൽ ഗീവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ടു ദാറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ സൂപ്പർമാൻ പൊസിഷനും ഇതും, അതുപോലെ നിങ്ങൾ എവിടെ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ പോലെ ഒരു ആക്ട് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് വരും. സോ വൺസ് അഗൈൻ താങ്ക് യു. ഓവർ ടു യു മുഫീദ. മുഫീദ പോയോ? താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ബ്രേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നുണ്ട്. സോ എല്ലാവരും ഒരു 5 ഇയർ കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ ഇപ്പം ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, സിസ്റ്റർ പറഞ്ഞ സമയത്ത് അല്ലെ, എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. ദെൻ ഇനി നമുക്ക് ടീം മെമ്പേഴ്സിന് എന്തൊക്കെയാ പറയാനുള്ളത് നോക്കാം. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയത്. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നേ. മാജിക് മോർണിംഗ്. യെസ്, റസാഖ് സർ പറഞ്ഞോളൂ. സാറേ, നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇതില് നമുക്കറിയാം, എനിക്ക് തോന്നുന്നു മണിസാറ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ക്യാമറ ഓൺ ആക്കിയത് ഫസ്റ്റില്. ഇപ്പൊ ഫുൾ ആളുകൾ ക്യാമറ ഓൺ ആക്കിയിട്ട് രംഗത്തേക്ക് വന്നു. അത് കോൺഫിഡൻസ് വർദ്ധിച്ചത് കൊണ്ടാണ്, തെളിവ് സഹിതം. ഒന്ന്. രണ്ടാമത് പറഞ്ഞാല് നമുക്ക് കുറെ ആശയങ്ങൾ കിട്ടി. ഇപ്പൊ മണിസാർ പറഞ്ഞു, മറ്റുള്ള ഒരാളെ ഇതിന്ന് തേടി, അതായത് എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, അത് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മറ്റാൾ അതിന്റെ ആശയം പറഞ്ഞു. അത് നല്ലൊരു കണ്ടന്റ് ആണ്. അത് നല്ലൊരു കണ്ടന്റ് ആണ് അല്ലേ? മറ്റൊരാൾ ആശയം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശയം കിട്ടുമല്ലോ. അവിടെ 1-2 ആളുകൾ എത്തുന്ന ഒരു ആശയം കിട്ടും. അത് നല്ലൊരു കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ഒരു വിഷ്വലൈസ്, നമ്മളെ കോൺഫിഡൻസ് ഇവിടെ എത്തും എന്ന ആ പ്രതീക്ഷയോട് കൂടിയുള്ള ജീവിതത്തിൽ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ കൃത്യമായി വിവരിച്ച ഒരു ക്ലാസ് ആയിരുന്നു. വളരെ നന്ദി. താങ്ക് യു. എനിക്കും പറയാനുള്ളതാണ് സാറേ, എന്റെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു 5 കൊല്ലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മണിസാറ് വളരെ വ്യക്തമായിട്ട്, വളരെ ചെറിയ വാക്കുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ആകാശത്ത് പറയേണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മുടെ ആരോഗ്യം നോക്കി, നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്
നമ്മൾ ഓരോ ഡിസിപ്ലിൻഡ് ലൈഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ള കാര്യം വളരെ വളരെ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പാർട്ണർ കിട്ടിയതിലും അതിന് നല്ലൊരു അഡ്വൈസ് കിട്ടിയതിലും. താങ്ക് യു സർ. അല്ല, ഒരു വെറൈറ്റി ക്ലാസ് ആയിരുന്നു. കാരണം വിഷ്വലൈസേഷൻ്റെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയതാ ആ ആക്ടിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ നമ്മൾ താഴെത്തട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളാണ് അവിടുത്തെ മാനേജർ എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുക. നമ്മളൊരു അൾട്ടോ കാറാണ് ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഓടിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ വണ്ടി ഓടിക്കുന്ന ഫീലോടുകൂടി നമ്മളെ ഇരുത്തം, നടത്തം, ഡ്രസ്സ്, ആ കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻസോട് കൂടി ഇല്ലെങ്കിലും ഉള്ളതുപോലെ ആക്ട് ചെയ്തിട്ട് സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ വരുത്തുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വിഷൻ ബോർഡിലൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതിന് താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു റോഫൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു. നല്ല ക്ലാസ് ഉഷാറായിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് റൂമിന്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടി. വളരെ നന്നായിട്ടുണ്ട്. സാറ് പറഞ്ഞ നാസിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അടിപൊളി. കോഴിക്കോട് ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, പോസിറ്റീവ് കമ്മ്യൂണിറ്റി. ഓക്കെ, നല്ല സാറിന്റെ ഇന്ന് നമ്മളെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറിൽ ഒരു നല്ലൊരു ഐറ്റംസ് ആണ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ. താങ്ക് യു വിഷു സർ. താങ്ക് യു സോ മച്ച്. ശ്രീഷ്ണമ്മൻ പറഞ്ഞോളൂ. ഹായ്, മാജിക് മോർണിംഗ്. ഓസ്റ്റിൻ സാർ പെട്ടെന്ന് 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഗോള് വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. കാരണം എൻ്റെ 2 വർഷത്തെ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലാസ് കഴിയുന്നിടം വരെ സാർ ആ വേറെ റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നിടം വരെ ഞാൻ അതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ക്ലാസ്സിൽ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് ഐഡിയ കിട്ടി 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കും എന്നുള്ളത്. ഞാൻ അത്രയും സമയം ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു 2 കൊല്ലത്തിൽ നിന്നുള്ളത് ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഗോളിലേക്കും എത്തി. ഒരു ഏകദേശം ഒരു ഐഡിയയും കിട്ടി ഞാൻ എന്താ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള. ആ ഒരു ചേഞ്ച് എനിക്ക് ഈ ഒരു അരമണിക്കൂറത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് സാർ. താങ്ക് യു. താങ്ക് യു ശ്രീഷ്മ. താങ്ക്സ് അലോട്ട്. സിന്ധു മാം. മ്യൂട്ടാണ്. സിന്ധു മ്യൂട്ടാണ്. ഓക്കെ. അത് വീണ്ടും മ്യൂട്ടായി. ഇപ്പൊ ശരിയായി. വീണ്ടും മ്യൂട്ട് ആവണ്ടല്ലോ. സിന്ധു മാമിന്റെ ഫോൺ മ്യൂട്ട് ആയിക്കൊണ്ടേ ഇരിക്കണം. തുറക്കും മ്യൂട്ടോ. അത് ഫോണിന്റെ കംപ്ലൈന്റ് ആണ്. വേറെ ആള് പറഞ്ഞോളൂ. സനീഷ് സർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ള. സനീഷ് സർ പറഞ്ഞു. ഓസ്റ്റിൻ സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നമ്മളുടെ റൂമിൽ ബഷീർ സാർ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ബഷീർ സാർ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആണല്ലോ. ബഷീർ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അപ്പൊ പിന്നെ സാറ് വരുന്ന ട്രിപ്സ് ഉണ്ടല്ലോ, പല സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. അപ്പൊ സാർ പറഞ്ഞ സൂപ്പർമാൻ ടെക്നിക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തായാലും സാറേ ഇതുപോലത്തെ ഒരു ടെക്നിക്കൽ പറഞ്ഞു തരണം. ഓക്കെ സാർ, താങ്ക് യു. വെരി താങ്ക് യു. താങ്ക് യു സോ മച്ച്. മുസ്തഫ. ഹായ്, മാജിക് മോർണിംഗ്. ശരിയായി. ഞാനേ ഒരു അനുഭവം പറയട്ടെ. 2-3 ദിവസം മുന്നേ ഞാൻ ഇപ്പൊ ഫോണ് പുതിയത് എടുത്തിട്ട് ഒരാഴ്ചയായി. അപ്പൊ ഒരാഴ്ച മുന്നേ എന്റെ മരുമകള് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴേ, മൂത്താള് അവള് വേറെ മാറി താമസിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം വന്നതാ വീട്ടിലേക്ക്. അപ്പൊ എന്നോട് പറഞ്ഞ്, അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ എന്താന്ന് വെച്ച്, എന്റെ പിന്നെ പാർലറിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ റൈറ്ററാണ്. അവര് പ്രതിലിപി പറഞ്ഞ ആപ്പില് ഇവരൊരു കഥ എഴുതിയിട്ട് അത് പോസ്റ്റ് ചെയ്തു. ആ കഥ അവിടെ വൈറലായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എഴുതുന്നത് അവൾക്ക് അറിയാം. അപ്പൊ അവൾ എന്നോട് വെച്ച, അമ്മയ്ക്ക് ഇന്ന പ്രതിലിപിയുടെ ആപ്പ് എടുത്തിട്ട് അതിലൊരു കഥ എഴുതിക്കൂടെ. എനിക്ക് സത്യം പറഞ്ഞ സാറിനോട് പറയാ, എല്ലാവരോടും പറയിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു റൈറ്റർ ആവണം, ഒരു ട്രെയിനർ ആവണം. ഇത് രണ്ടും എന്റെ മനസ്സിൽ ഭയങ്കര ഒരു അടങ്ങാത്ത മോഹമാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ മൂത്ത മകനും ഞാനും കൂടി പോയി എന്റെ ഫോൺ മാറ്റി, ഇപ്പൊ ഫോൺ പുതിയത് എടുത്ത് ഇവിടെ ആപ്പ് എടുത്തിട്ട് ഞാൻ എന്തായാലും റൈറ്ററായി ഞാൻ എഴുതാൻ തുടങ്ങാൻ പോവാ ഒരു കഥ അതില്. അപ്പൊ നമ്മളെ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ചിന്തിച്ച, നമ്മൾ ആഗ്രഹിച്ച, നമ്മളെ കൊണ്ട് എല്ലാതും സാധിക്കും. അതിന് ഒരു അനുഭവം തന്നെ. ഓസ്റ്റിൻ സാർ നാളെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, മൈ സ്റ്റോറിയിൽ പറഞ്ഞു, സാറ് എവിടെയോ കുറെ മുന്നേ എഴുതി വെച്ചതാണ് ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആവണം,
എന്നൊക്കെ സാറ് പറഞ്ഞു. എന്നിട്ട് സാർ അതായില്ലേ, ഇപ്പോഴും സാർ അതേ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കപ്പെട്ട കുറെ കാര്യങ്ങള് നമുക്ക് നടക്കുന്നുണ്ട്, നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ബീമേജ് കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോഴാണ് നമുക്ക് അതിന്റെ കൂടുതൽ അതിന്റെ വാല്യൂ മനസ്സിലായത്. നമ്മൾ എവിടെയൊക്കെയോ എഴുതി വെച്ചതും നമ്മൾ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് രണ്ടും എന്റെ ഒരു അടങ്ങാത്ത മോഹമാണ്. അപ്പൊ ഞാൻ എന്തായാലും 30 ആകുമ്പോഴേക്ക് ഞാൻ അത് എത്തും എന്നുള്ളത് തന്നെയാണ് എന്റെ കോൺഫിഡൻസ്. ഇന്നത്തെ ക്ലാസ് അതിന് പറ്റിയ നല്ല ക്ലാസ് ആയിരുന്നു. എനിവേ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. മാജിക് മോർണിംഗ് സർ. നമസ്കാരം സാർ. സാർ നല്ലൊരു സെഷൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടി. ശരിക്കും 5 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാൻ പറ്റിയതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. അതുപോലെ ചില ടെക്നിക്സ്, സൂപ്പർമാൻ പോസ്റ്റർ, അത് ഇതൊക്കെ നമുക്ക് നമ്മളെ പോസ്റ്ററിൽ തന്നെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് എന്തായാലും നമുക്ക് വരുന്നതാണ്. പിന്നെ ഇന്ന് പാർട്ട്ണറായി കിട്ടിയ വിൻസെന്റ് സാറാണ്. അദ്ദേഹം നല്ല വ്യക്തമായ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ആഫ്റ്റർ 5 years എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, തിരിഞ്ഞ വാക്കുകൾ തന്നെ. എന്തായാലും വളരെ സന്തോഷം തോന്നി സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് നിർത്തിയാലോ? 6:36 എല്ലാവർക്കും പോകേണ്ടതാണ്. അപ്പൊ മുഫീദ, മുസ്തഫ സാറിന് എന്താ പറയാനുണ്ട്? മുസ്തഫ സാർ അൺമ്യൂട്ട് ചെയ്യൂ. മുസ്തഫ സാർ അൺമ്യൂട്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ് സാറിന് നല്ല സൂപ്പർ എനർജിക്കൽ ആയിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം 5 വർഷത്തെ പ്ലാനിങ് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്യാനുള്ള ഒരു ഇത് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പിന്റെ ഇനി 5 വർഷത്തിൽ നമ്മുടെ ഡെവലപ്പ് ചെയ്തിട്ട് ഒന്ന് 2-3 ഷോപ്പിലേക്ക് ഉള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, നല്ലൊരു സൂപ്പർ ക്ലാസ് ആയിരുന്നു എനിക്ക്. മാത്രമല്ല ഒരു ടോപ്പിക്കും കൂടി വന്നു. പിന്നെ മറ്റേ സൂപ്പർമാന്റെ ഒരു വിഷയം നമ്മൾ എപ്പോഴും മൂഡോട്ട് വരുമ്പോൾ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല എനർജിക്കൽ ആയിട്ട് ക്ലാസ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം ടൈം ഒരുപാട് ആയതുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞ് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. സോ നമുക്ക് വൈകിട്ടിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് തന്ന ഓസ്റ്റിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you. Thank you all. Thank you all. Thank you, sir. Thank you all. Thank you, sir. Thank you all. Thank you.